ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന അഷിക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് മീഷോ ഹോൾ വീഡിയോയുടെ ന്യൂ എപ്പിസോഡാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ സ്ഥിരം ഹോൾ വീഡിയോയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് കിഡ്സ് വിയർ ഹോൾ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് കാണിച്ചാൽ അതിന് മുന്നേയായിട്ട് എനിക്ക് ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ്. ആദ്യം ഞാൻ ടോപ്പ് കാണിച്ചു തരാം. നല്ല അടിപൊളി ക്യൂട്ട് ലുക്കിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുള്ളതാണ്, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ ആണ്. നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു സ്ലീവ് ആണ്. ഇതിന്റെ ഹൈലൈറ്റ് തന്നെ ഈ ഒരു നെറ്റിന്റെ വർക്ക് ആണ്. ഈ നെറ്റിൽ തന്നെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. വൈറ്റും ഗ്രീനും നൂലൊക്കെ വെച്ചിട്ടാണ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ളത്. ചെസ്റ്റിന്റെ ഈ ഭാഗം കംപ്ലീറ്റ് പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് ഈ ഒരു നെറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടുന്ന് നേരെ ഈ ഒരു ഷോൾഡർ വരേക്കും അല്ല സ്ലീവ് വരേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്ലീറ്റ്സ് നെറ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് നല്ല ഭംഗി കിട്ടുന്നത് കേട്ടോ. ഈ ഒരു കുഞ്ഞു ഡ്രസ്സ് ആണെങ്കിൽ പോലും നല്ല ക്യൂട്ട് ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സാണ്. ഇതിന്റെ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ടോപ്പും കൂടെയാണ് കേട്ടോ. ഇനി ഇതിന്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് പ്ലെയിൻ ആണ്. ഇതിൽ വർക്കോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് എന്തുള്ളത്, പ്ലീറ്റ്സ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് ടോപ്പ് വന്നിട്ട്. ഇനി അതിന്റെ സ്കേർട്ട് കാണിച്ചു തരാം. സ്കേർട്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇലാസ്റ്റിക് വന്നിട്ടുള്ളതാണ്. ഈ ഒരു സ്കേർട്ടിലും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നെറ്റ് ആണ് കേട്ടോ. ഈ നെറ്റ് കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കാണ്. കണ്ടോ, ഫുൾ എംബ്രോയിഡറി വർക്കാണ് ഫ്രണ്ടും ബാക്കും ഒക്കെ. ഇത് നെറ്റാണ് മേലെ ഉള്ളത്. താഴെ ഇങ്ങനെ ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ കോട്ടന്റെ ഒരു ലൈനിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സിൽക്കി ടൈപ്പ് ആണ് കേട്ടോ. ഇത് ഒരു കോട്ടനും കൂടെയാണ്. ഇത് വാഷ് ചെയ്തിട്ടില്ല കേട്ടോ ഞാന്. നല്ല ഭംഗിയിലാണ്. പിന്നെ ഇതിന്റെ ഇവിടെ ഒരു ബോ കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഒരു ക്യൂട്ട് ലുക്കിൽ വന്നിട്ടുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ്. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ കാണുന്നില്ല. ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് 9 to 12 months 1 year അങ്ങനെ എന്തോണം 1 year ആണെന്ന് തോന്നുന്നു. ഇത് കുറെ ഡ്രസ്സസ് ഉണ്ടാവുന്നതുകൊണ്ട് അതിന്റെ സൈസ് എല്ലാത്തിനും കൂടെ ഓർത്ത് വെക്കാൻ വയ്യ. അതുകൊണ്ട് എന്തായാലും 1 year ബേബിക്കാണ് തോന്നുന്നുണ്ട്. സൈസസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ്. ഇതിന് വേറെ കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ സൈഡിൽ കൊടുക്കാം. കളറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇനി ഇതിന്റെ ലിങ്ക് വേണ്ടവര് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം കമന്റ് ബോക്സിൽ ഞാൻ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ലിങ്ക് നിങ്ങൾക്ക് ടച്ച് ചെയ്താൽ ഓപ്പൺ ആയി വരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലിങ്കിൽ കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറ്റിക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് തോന്നുക, ലിങ്ക് തരുന്നില്ല ചോദിച്ചിട്ട് എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പിക്ചർ സഹിതം ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. കയറിയിട്ട് ചെക്ക് ചെയ്ത് ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തേക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട്. നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഒരു യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു പാന്റും ടോപ്പും ആണ്. ആദ്യം ഞാൻ ടോപ്പ് കാണിച്ചു തരാം. നല്ല ക്യൂട്ട് ലുക്കിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. പിന്നെ അതേപോലെ ഇതൊരു നമ്മുടെ ജംസ്യൂട്ട് ലുക്കിൽ വരുന്നതാണ്. ഈ ഫ്രണ്ട് പോർഷനിൽ ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഷോൾഡറിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ടുള്ളതല്ല, ഇത് ഒരുമിച്ചുള്ളത് ഒരു ടോപ്പാണ്. ഇത് കാണുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഉള്ള കോട്ട് വന്നതാണെന്ന് തോന്നും, പക്ഷെ സെപ്പറേറ്റ് അല്ല, ഒരുമിച്ചുള്ളതാണ്. ഇവിടെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ഈ ഒരു അംബ്രല്ല കട്ടിങ്ങിൽ വന്നിട്ടുള്ള സ്ലീവ് ആണ്. ഇവിടെ ചെറിയ കുഞ്ഞു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്, പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഏറ്റവും താഴെ കുറെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി ക്യൂട്ട് ലുക്കിൽ വന്നിട്ടുള്ളതാണ്. ഇതിന്റെ കളർ യെല്ലോ ആണ്. യെല്ലോ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന യെല്ലോ ആണ്. ഇതിന്റെ പല കളേഴ്സ് എന്ന് പറഞ്ഞാൽ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 4 to 5 years ആണ്. കുറേ സൈസസ് അവൈലബിൾ ആണ്. സൈസിനനുസരിച്ചിട്ട് പ്രൈസിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് തന്നെ വാങ്ങിച്ചു നോക്കുക കേട്ടോ. ഇനി ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പ് മെറ്റീരിയൽ ആണ്. കോട്ടണോ കാര്യങ്ങളൊന്നുമല്ല, ക്രേപ്പ് മെറ്റീരിയൽ ആണ്. നമ്മൾ എന്ത് ചെയ്താലും കേട് വരാത്ത രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ആണ് ക്രേപ്പ് മെറ്റീരിയൽ. പിന്നെ അതേപോലെ ഇപ്പൊ നമ്മുടെ ഈ ഒരു മഴക്കാലം തണുപ്പ് സീസൺ ഒക്കെ വരുന്ന സമയത്ത് തന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ മക്കൾക്ക് ചൂടെടുക്കുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടുകയും ചെയ്യും. നമുക്ക് പുറത്ത് എവിടെ പോകുമ്പോഴും, സ്കൂളിൽ പോവാണ്, നഴ്സറിയിൽ പോവാണ്, അംഗനവാടിയിൽ പോകുന്നവർക്ക്, പുറത്ത് എന്തെങ്കിലും ഫംഗ്ഷന് പോവാണെങ്കിലും ഒക്കെ മക്കൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ഡ്രസ്സാണ്. ഇനി അതിന്റെ പാന്റ് വന്നിട്ട്
ഒരു പലാസോ ടൈപ്പിൽ വരുന്ന പാന്റ് ആണ്, ഇലാസ്റ്റിക് വന്നിട്ടുള്ളതാണ്. ഈ ഒരു പാന്റിന്റെ മെറ്റീരിയലും ക്രേപ്പ് മെറ്റീരിയൽ ആണ്. അതുപോലെ നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പലാസോ ടൈപ്പ് ലൂസ് ഫിറ്റിൽ വരുന്ന ഒരു പാന്റ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ആണ് നെക്സ്റ്റ് നമ്മുടെ ഡ്രസ്സ്. പിന്നെ ഇതിന്റെ പ്രൈസ് ഒക്കെ നിങ്ങൾ നോക്കുക, സൈസിനനുസരിച്ചിട്ട് പ്രൈസിൽ മാറ്റം വരുന്നുണ്ട്. പല റേറ്റും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ തന്നെ നോക്കിയിട്ട് മേടിക്കുക. കളേഴ്സ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് വന്നിട്ട് ഈ കാണുന്നതാണ് ഒരു ക്യൂട്ട് ആയിട്ടുള്ള, ഇപ്പൊ ഞാൻ കാണിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ക്യൂട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ കളർ തന്നെ ഭയങ്കര അടിപൊളി കളറാണ്. കണ്ടോ എന്തൊരു ക്യൂട്ടാ, കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിട്ട്. ഇത് നമ്മുടെ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഒരു ഫ്രോക്ക് ടൈപ്പ് മോഡലിലുള്ള ഡ്രസ്സാണ്. ഇവിടെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരു നെക്കാണ്. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരേ ലെവലിൽ നിൽക്കുന്ന നെക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പേർപ്പിൾ ഷെയ്ഡിൽ വൈറ്റിൽ വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പ്രിന്റിങ്സ് ആണ്. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഒരിക്കലും ഇളകി പോവാത്ത, അതായത് നമ്മൾ എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഇളകി പോവാത്ത രീതിയിലുള്ള പ്രിന്റിങ്സ് ആണ്. ഈ ഒരു ക്ലോത്തിൽ വരുന്ന പ്രിന്റിങ്സ് ആണ്. സെപ്പറേറ്റ് നമ്മൾ പ്രിന്റിങ് ചെയ്ത് കൊടുക്കുന്നതല്ല. ഈ ഒരു ക്ലോത്തിന്റെ പ്രിന്റിങ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. ഈ ഒരു ക്ലോത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആണ്. നല്ല പോലെ സ്ട്രെച്ച് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. നല്ല ക്ലോത്ത് ആണ്. ഒരു ലൈക്ര മെറ്റീരിയലിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും എൻഡിങ്ങിൽ നല്ല തിക്നെസ് ആയിട്ടുള്ള പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഉണ്ടോ, നല്ല പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പ്ലീറ്റ്സ് അല്ല, നല്ല പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഫ്രണ്ടും ബാക്കും സെയിം ആണ് കേട്ടോ. ഫ്രണ്ടും ബാക്കും സെയിം ആണ്. പിന്നെ ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 1 ഇയർ ബേബി ആണ്. നിങ്ങൾ സൈസ് ഒക്കെ നോക്കുക, ഒരുപാട് സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ പ്രൈസും നോക്കുക. ഇതിന് എത്രയോ 170 അങ്ങനെ എന്തോ റുപ്പീസേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ സൈസ് അനുസരിച്ചിട്ട് പ്രൈസ് നോക്കിയിട്ട് മേടിച്ച് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലല്ല, കമ്മ്യൂണിറ്റി പോസ്റ്റിലോ കൊടുത്തേക്കാം. ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ഭംഗിയുള്ളതാണ്. ലൈക്ര മെറ്റീരിയൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള അടിപൊളി ക്വാളിറ്റിയിൽ 10 ഔട്ട് ഓഫ് 10 ഞാൻ കൊടുക്കും. അത്രയും ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. നീലടിക്കുന്ന പ്രശ്നമോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടാവുന്ന പ്രശ്നമോ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് എത്ര കാലം നമുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. വാഷ് ചെയ്താലും ഒന്നും ആവാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ഡ്രസ്സും കൂടെയാണ് ഇത്. ഇതിന്റെ കളേഴ്സ് ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ, ഓറഞ്ചോ യെല്ലോ അതിൽ ഏതോ ഒരു ഷെയ്ഡ് അവൈലബിൾ ആണ്. ഈ ഒരു പേർപ്പിളും പിന്നെ ആ ഒരു കളറും, 2 കളറൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ എന്തെങ്കിലും കളർ ഷെയ്ഡ് സൈഡിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രസ്സ് വന്നിട്ട് എന്താണ്, ഈ കാണുന്ന ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് ഒരു വെറൈറ്റി ലുക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ കളർ തന്നെ അടിപൊളിയല്ലേ. എന്ത് ഭംഗിയുണ്ട് കാണാൻ. നോക്കിയേ, ഒരു വെറൈറ്റി ഫ്രോക്ക് മോഡലിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ. ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. ഇവിടെ ചെറിയൊരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലീവ് ആണ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ ബ്ലാക്ക് കളറിൽ ഇങ്ങനത്തെ ബബിൾസ് വരുന്ന ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ലെയർ ആയിട്ടാണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത്. അംബ്രല്ല പ്ലീറ്റ്സ് വരുന്ന സ്ലീവ് ആണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ ഇവിടെയൊക്കെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളതാണ്. സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 1 ഇയർ ബേബി ആണ്. നിങ്ങൾ നിങ്ങളുടെ സൈസ് നോക്കിയിട്ട് മേടിച്ച് നോക്കുക. സൈസിനനുസരിച്ചിട്ട് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിന് മെറ്റീരിയൽ വന്നിട്ട് വേറൊരു പോപ്കോൺ മെറ്റീരിയൽ കണ്ടിട്ടില്ലേ, അതേ മോഡലിലൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഇളകുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ ബാക്ക് സൈഡിൽ ഷിബ് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ഷിബാണ് കൊടുത്തിട്ടുള്ളത്. എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള ഷിബാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിക്ക് ഒരു ബ്ലാക്ക് പാൻറ്റൊക്കെ 3/4 പാൻറ്റൊക്കെ യൂസ് ചെയ്തിട്ട് മക്കൾക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇല്ലേ, നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ ഒരുപാട് സൈസും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ കളേഴ്സ് ഞാൻ വേറെ കണ്ടിട്ടില്ല. ഈ ഒരൊറ്റ കളർ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ എന്തായാലും ലിങ്കിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മക്കളുടെ ഡ്രസ്സ് വന്നിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ. Bye bye.